നിങ്ങൾക്ക് കഴുത്ത് വേദന, പുറം വേദന, ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നാച്ചുറലായി നിങ്ങൾക്ക് ഈ വേദനകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശരീരവേദന ഉള്ള ആൾക്കാരുടെ ബ്രീതിങ് പാറ്റേൺ കറക്റ്റ് ആയിരിക്കില്ല. ഇത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കൈ നമ്മളുടെ ചെസ്റ്റിലേക്ക് വെക്കുക, ഒരു കൈ നമ്മുടെ വയറിലേക്ക് വെക്കുക. കണ്ണടച്ച് നമ്മുടെ ശ്വാസം നല്ലപോലെ ദീർഘമായിട്ട് അകത്തേക്കും പുറത്തേക്കും വിട്ട് നോക്കുക. എന്നിട്ട് ഏത് ഭാഗത്തെ കൈയാണ് അനങ്ങുന്നതെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് സ്വന്തമായിട്ട് ചെയ്ത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കാത്തവർ വീട്ടിലുള്ള വേറൊരാളോട് കൊണ്ട് ഒരു മൊബൈലിൽ വീഡിയോ എടുത്ത് നമ്മുടെ ബ്രീതിങ് പാറ്റേൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ശരിയായ ബ്രീതിങ് പാറ്റേൺ ഉള്ള ആൾക്കാരുടെ വയറിൻ്റെ ഭാഗം മാത്രമാണ് മൂവ് ചെയ്യുക, ഈ നെഞ്ചിൻ്റെ ഭാഗം മൂവ് ചെയ്യാതിരിക്കും. എന്നാൽ ഈ നീർക്കെട്ടും വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ പലപ്പോഴും ഈ ഒരു നെഞ്ചിൻ്റെ ഭാഗമാണ് മൂവ് ചെയ്യുക. ഇതൊരു ഷാലോ ബ്രീതിങ് അല്ലെങ്കിൽ എക്സേർഷണൽ ബ്രീതിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു ബ്രീതിങ് ടൈപ്പ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ നീർക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മളിപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്താൽ പോലും ഡീപ്പ് ഇൻഹലേഷൻ എക്സലേഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ബ്രീതിങ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ബോഡി ഒരിക്കലും റിലാക്സ് ആവുകയില്ല, നിങ്ങളുടെ വേദനകൾക്കൊന്നും ഒരു മാറ്റവും നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനെ ബ്രീതിങ് ചെയ്യുന്ന ആൾക്കാരിൽ ശരീരത്തിന് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മസിൽസിൻ്റെ ടൈറ്റ്നസ് കൂടുകയും ബോഡി തീരെ റിലാക്സ് ആവാതിരിക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ ഈ ബ്രീതിങ് പാറ്റേൺ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും അതുവഴി നിങ്ങളുടെ ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് കപ്പാസിറ്റി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നും കാണിച്ചു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. ബ്രീതിങ് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് താഴെ കമൻറ്റിൽ അറിയിക്കും. ഒരുപാട് കാലമായിട്ട് വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും.